ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞു കാണും, കുഞ്ഞ് രാത്രി ഉറങ്ങുന്നില്ലെങ്കിൽ, കുഞ്ഞ് അമിതമായിട്ട് കരയുകയാണെങ്കിൽ ഈ ഒരു ഒറ്റമൂലി കൊടുക്ക്, ഈ ഒരു ഒറ്റമൂലി കൊടുത്താൽ മതി, ഈ ഒരു ചെറിയ സാധനം കൊടുത്താൽ മതി, കുഞ്ഞിന്റെ കരച്ചിൽ പെട്ടെന്ന് നിൽക്കും, കുഞ്ഞ് പെട്ടെന്ന് കിടന്ന് ഉറങ്ങിക്കോളും, അല്ലെങ്കിൽ ഈ ഒരു മരുന്ന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തവണയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നു കാണും. ഇതൊക്കെ ഒരു 90% സാഹചര്യങ്ങളിലും ഇതെന്തെങ്കിലും ഒരു സെഡേറ്റീവ് ആയിരിക്കും. അതായത് കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് കേട്ടോ. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാലേ, ഉദാഹരണത്തിന് നിങ്ങളുടെ കുഞ്ഞിന്റെ ചെവിയിൽ എന്തെങ്കിലും ഒരു പാറ്റയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി എന്തെങ്കിലും കയറിയിരിപ്പുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങളുടെ കുഞ്ഞ് അമിതമായിട്ട് കരയുന്നു. അപ്പൊ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഒറ്റമൂലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉറങ്ങാനുള്ള ഒരു സെഡേറ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നോ കൊടുത്ത് കുഞ്ഞിനെ ഉറക്കുന്നെന്ന് വിചാരിക്കും. പാവം കുഞ്ഞ് ഉറങ്ങിയും പോയി. കുഞ്ഞിന്റെ ആ പ്രശ്നം മാറുമോ? ഇല്ല, മാറത്തില്ല. കുഞ്ഞ് എണീറ്റ് കഴിയുമ്പോൾ കുഞ്ഞ് പിന്നെ അതിൽ ശക്തമായിട്ട് കരഞ്ഞു തുടങ്ങും. ഇപ്പൊ അത്രയും സമയം വൈകിയത് കൊണ്ട് ചിലപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഡാമേജ് പറ്റുകയും ചെയ്യാം. കുഞ്ഞിന്റെ ശരീരത്തിൽ, കുഞ്ഞിന്റെ ചെവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ലക്ഷ്യം ഒരിക്കലും കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താനാവരുത്. നമ്മളുടെ ലക്ഷ്യം എപ്പോഴും ആ കരച്ചിലിന്റെ കാരണം കണ്ടുപിടിച്ചിട്ട് അത് അഡ്രസ്സ് ചെയ്ത് അത് ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതായിരിക്കണം. അപ്പൊ എപ്പോഴും നിങ്ങളുടെ കുഞ്ഞ് അമിതമായിട്ട് കരയുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്തുകൊണ്ടാണ് അമിതമായിട്ട് കരയുന്നത് എന്നുള്ളത് നോക്കി കണ്ടുപിടിച്ച് അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒട്ടും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഒരു പീഡിയാട്രിഷ്യന്റെ അടുത്ത് പോകണം, പീഡിയാട്രിഷ്യന്റെ ഹെൽപ്പ് എടുക്കണം.